ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ മറുപടിയാണ്. മുഖ്യമന്ത്രി. സർ, ഈ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത രൂക്ഷമായ ധനപ്രതിസന്ധിയിൽ ഉഴലുമ്പോഴും കഴിഞ്ഞ സർക്കാർ വരുത്തിവെച്ച ബാധ്യതകളുടെ വലിയ കടം പേറുമ്പോഴും ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ, ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെക്കാതെ ഈ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. അതിശക്തമായ ടാക്സ് ഡ്രൈവ് നടത്തിയും നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഫിനാൻസ് മാനേജ്മെൻറ്റ് നടപ്പാക്കിയും ഖജനാവിലെ ചോർച്ച തടഞ്ഞും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ചു. പണം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഗവൺമെൻറ്. ജനങ്ങളുടെ തലയിൽ നികുതി കെട്ടിവെച്ചിട്ടല്ല, അല്ലാതെ പണമുണ്ടാക്കി വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ കഴിയും. വളരെ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ഈ ഫിനാൻസ് ബില്ലിൽ പറയുന്നത്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നൊരു പ്രസംഗം നടത്തി. പോകുന്ന വഴിക്ക് വാക്കൗട്ട് പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, ഈ ഫിനാൻസ് ബില്ലിലെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യം ഒളിച്ചാണ് കടത്തിയത്. അതുകൊണ്ട് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ മനസ്സിലായില്ല ഇങ്ങനൊരു ഫിനാൻസ് ബില്ല് വരും, അതിൻ്റെ അകത്ത് ഇതുണ്ടാവുമെന്ന്. സർ, എന്നാണ് സർ ബജറ്റ് അവതരിപ്പിച്ചത്? ബജറ്റ് 19/6/2026 അല്ലേ? ഈ മാസം 19-ാം തീയതി. ആ ബജറ്റിലാണ് ഈ നികുതി നിർദ്ദേശം വരുന്നത്. ആ ബജറ്റിലാണ് നികുതി നിർദ്ദേശം വരുന്നത്. സർ, എന്നാണ് BSC കൂടുന്നത്? 23/6-നാണ് BSC കൂടുന്നത്. അപ്പോൾ BSC കൂടി ഫിനാൻസ് ബില്ലിൻ്റെ കാര്യം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ ഫിനാൻസ് ബില്ലിൽ ബജറ്റിലെ നികുതി നിർദ്ദേശം വരുമെന്ന് അറിയാത്ത ആളാണോ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവ്? ആണോ? ബജറ്റിൽ വരുന്ന നികുതി നിർദ്ദേശങ്ങൾ, നികുതി ഇളവുകളും നികുതി നിർദ്ദേശങ്ങളും ഫിനാൻസ് ബില്ലിൽ വരും എന്നറിയാത്ത ഒരാളാണോ 10 വർഷം കേരളം ഭരിച്ചത്? എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്നിട്ട് ഒളിച്ചു കിടത്തിയെന്ന് ഈ ഫിനാൻസ് ബില്ലിൽ ഈ വിഷയം ഒളിച്ച്